الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أنت الذي ولدتك أمك يا ابن آدم باقيا والناس حولك ضاحكا مسرورا فاجهد لنفسك أن تكون إذا بقوا في حال موتك ضاحكا مسرورا. ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ. ഏകനായ സൃഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുവാനും അനുസരിക്കുവാനും പരമാവധി ശ്രമിക്കണേ എന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളേവരെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും മോഹങ്ങളും പ്രത്യാശകളും ഉള്ളവരാണ്. ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാവിയെക്കുറിച്ച് നമുക്കുള്ള പ്രതീക്ഷകളാണ്.
കൺമുന്നിൽ വളർന്നു വരുന്ന മക്കൾ, ആ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ദുനിയവിയായതും മുഖ്റവിയായതുമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ, ഭാവിയിൽ ഞാൻ എന്തായി തീരും, ഭാവിയിൽ ഞാൻ എന്തൊക്കെ നേടിയെടുക്കും എന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഒരുപാട് സ്വപ്നങ്ങൾ, മക്കളുടെ ഭാവിയെക്കുറിച്ചും സ്വന്തം ജീവിതത്തെക്കുറിച്ചും മക്കളുടെ പഠനത്തെക്കുറിച്ചും അവരുടെ കരിയറിനെ കുറിച്ചുമെല്ലാമുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുക. ജീവിതത്തിന്റെ യാന്ത്രികമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്കിടയിൽ നാം നമ്മുടെ നാളേക്ക് വേണ്ടി, ദുനിയാവിന്റെ നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പ്രവർത്തനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർത്ഥഗർഭമായ ഒരു ഉപദേശത്തോടുകൂടി നമ്മുടെ ചിന്താമണ്ഡലത്തെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. റസൂലിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴുമായി ആവർത്തിച്ചുദ്ധരിക്കാറുള്ള ഒരു വല്ലാത്ത വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം. ഈ ദുനിയാവിൽ നിങ്ങൾ ഒരു സന്യാസികളാവേണ്ടതില്ല. ഈ ദുനിയാവിൽ സദാസമയവും പള്ളിക്കകത്തിരുന്ന് എല്ലാ സമയവും അദ്കാറുകളും ഖുർആൻ പാരായണങ്ങളും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടേണ്ടതില്ല. ലാ തൻസാ നസീബക മിന ദുനിയാ, ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച, അല്ലാഹു മാറ്റിവെച്ച പങ്കിനെ നിങ്ങൾ മറക്കേണ്ടതില്ല. നിങ്ങൾക്ക് അതിനു വേണ്ടി പണിയെടുക്കാം, സ്വപ്നങ്ങൾ പടുത്തുയർത്താം, മോഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാം, നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം മനസാക്ഷിയെ, സ്വന്തം മനോമുകുരങ്ങളെ എപ്പോഴും ഉണർത്തേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാതിൽ മൗത്ത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാതിൽ മൗത്ത്. പ്രതീക്ഷകൾ തച്ചുടച്ചു കളയുന്ന, പ്രത്യാശകളുടെ കൊട്ടാരം മുഴുവൻ ഒന്നായി നിലംപതിച്ചു പോകുന്ന, നാളെയെക്കുറിച്ചുള്ള മോഹങ്ങൾ ഒരൊറ്റയടിക്കില്ലാതെയായി പോകുന്ന, മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഭാവി മോഹങ്ങളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന, മരണമാകുന്ന നഗ്നമായ സത്യത്തെക്കുറിച്ച്, മരണമാകുന്ന ശക്തമായ വസ്തുതയെക്കുറിച്ച് ശാസ്ത്രത്തിലോ സാങ്കേതിക വിദ്യകൾക്കോ ഡോക്ടർമാർക്കോ ഡോക്ടർമാരുടെ നൈപുണ്യങ്ങൾക്കോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കോ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ആവിർഭാവം കൊണ്ട നൂതന സാങ്കേതിക വിദ്യകൾക്കോ തടുക്കാൻ കഴിയാത്ത മരണമാകുന്ന വലിയ പ്രതിഭാസം, ആരാലും തടുക്കാൻ കഴിയാത്ത പ്രതിഭാസം, എപ്പോഴും കടന്നു വരാവുന്ന പ്രതിഭാസം, കൗമാരത്തിലും യൗവനത്തിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും ശൈശവത്തിലും ബാല്യത്തിലുമെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വിളിക്കാതെ കടന്നു വരാകുന്ന അതിഥിയായ മരണത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ഓർക്കണേ. നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ, നിങ്ങളുടെ സ്മൃതിപഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മരിക്കാതിരിക്കട്ടെ. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോ, ദുനിയാവിൽ മോഹത്തിന്റെ കൊട്ടാരങ്ങൾ പടുത്തുയർത്തുമ്പോ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയണം, മരിക്കേണ്ടതാണ്. എന്റെ സ്വപ്നങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയണമെന്നില്ല, എന്റെ മകളുടെ പഠനം പൂർത്തിയാക്കി എനിക്ക് കാണാൻ കഴിയണമെന്നില്ല, എന്റെ മകനൊരു ജോലി കിട്ടിയിട്ട് എനിക്ക് കാണാൻ കഴിയണമെന്നില്ല, ഞാൻ പാടുപെടുന്ന എന്റെ ഈ ബിസിനസ് സാമ്രാജ്യം, ഞാൻ സ്വപ്നം കാണുന്ന അത്രയും ഉത്തുംഗതയിലെത്തിയിട്ട് അത് കാണാൻ കഴിയുമെന്ന കാര്യത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഏത് നിമിഷവും അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകേണ്ടവനാണ് ഞാൻ. ഏത് നിമിഷവും പടച്ച തമ്പുരാന്റെ വിളിയാളത്തിന് മറുപടി നൽകി ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവനാണ് ഞാൻ എന്ന ചിന്ത നിങ്ങളുടെ മനോമുകുരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർത്ഥഗർഭമായ ഉപദേശം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് വാത്സല്യത്തോടെ, ഒരു ഉപ്പയുടെ സ്നേഹത്തോടുകൂടി പ്രവാചകൻ പറഞ്ഞ ചില വാക്കുകൾ, മോനെ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. മോനെ, ഈ ദുനിയാവിന്റെ പളപളപ്പ്, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, ഈ ദുനിയാവിന്റെ സൗന്ദര്യങ്ങൾ, ഈ ദുനിയാവിൽ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾ, ഈ ദുനിയാവിൽ പരന്നു കിടക്കുന്ന തോട്ടങ്ങൾ, ഈ ദുനിയാവിൽ കണ്ണിനാനന്ദം നൽകിക്കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളും പൂന്തോട്ടങ്ങളും മാറുകളും പക്ഷികളും പറവകളും മത്സ്യങ്ങളും, ഈ ദുനിയാവിന്റെ സർവ്വ സൗന്ദര്യങ്ങളും അരുത്, നിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി
കീഴ്പ്പെടുത്തി കളയരുത്, നിന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി കളയരുത്. നീ ജീവിക്കണം എങ്ങനെ? കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, ഒരു അപരിചിതനെ പോലെ നീ ജീവിക്കണം. ഒരു അപരിചിതനെ പോലെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിയണം. അത്രത്തോളം നിനക്കാവാൻ കഴിയുന്നില്ലെങ്കിൽ ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ കഴിയാൻ നിനക്ക് കഴിയണം. ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയണം. അതിന്റെ അർത്ഥം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് ഒരു അന്തർമുഖത്വം തോന്നിപ്പിക്കുന്ന തരത്തിൽ മലമുകളിലേക്ക് കയറി, കാടുകൾക്കകത്തേക്ക് കയറി സമൂഹവുമായി ബന്ധപ്പെടാതെ ജീവിക്കണം എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. മറിച്ച് സമൂഹ മധ്യത്തിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ ഒരാളായി അവരുടെ വേഷവിധാനത്തിൽ അവരിൽ ഒരു അംഗമായി ജീവിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയാന്തരങ്ങളിൽ ഉഖ്റവിയായ ചിന്തകൾ ഉണ്ടാകണം. എന്റെ പരമമായ വിജയം സ്വർഗത്തിലാണെന്നുള്ള ചിന്തയുണ്ടാകണം. എന്റെ ജീവിതത്തിന്റെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം നരകമാകുന്ന ഭീകര പാതാളത്തിൽ നിന്നുള്ള നിത്യമോചനമാണ് എന്ന ബോധം മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും യാത്രക്കാരാണ്. എപ്പോഴും എവിടെയും എങ്ങനെയും അവസാനിക്കാവുന്നൊരു യാത്ര. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് തൊട്ടിട്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന്റെ മുതുകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന ശതകോടിക്കണക്കിന് മനുഷ്യരെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ആ സഹസ്രകോടിക്കണക്കിന് വരുന്ന മനുഷ്യർ മുഴുവനും ഒന്നായി, ആത്മാക്കൾ ഒന്നായി പറഞ്ഞു, ഖാലൂ ബലാ വറബ്ബനാ, ഖാലൂ ബലാ വറബ്ബിനാ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീ അല്ലാതെ മറ്റൊരു സൃഷ്ടാവല്ല. തൗഹീദുർ റുബൂബിയ്യത്തിന്റെ പ്രഖ്യാപനമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് വന്നു. സന്താന പരമ്പരകളിലൂടെ ഭൂമിയുടെ അഷ്ടദിക്കുകളിലേക്ക് മനുഷ്യവംശം വ്യാപിച്ചു. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നമ്മുടെ ജനനത്തിന് മുന്നേ കേവലം ഒരു ആത്മാവായി നമ്മൾ ഇരിക്കുമ്പോ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറാ. അല്ലാഹ് ചോദിക്കുകയാണ്, മനുഷ്യരെ നിങ്ങൾക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യ നിനക്കൊരു ഇന്നലെ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? മനുഷ്യൻ കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് നിന്നെ വർണ്ണിക്കാൻ കഴിയാത്ത, മനുഷ്യൻ കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു പദം കൊണ്ട് നിന്നെ വിവരിക്കാൻ കഴിയാത്തൊരു ദിവസം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? പ്രപഞ്ചത്തിന്റെ നാനാഭാഗങ്ങളിൽ ശിഥിലമായി കിടന്നിരുന്ന നിന്നെ ഉമ്മയാകുന്ന വാപ്പയാകുന്ന രണ്ട് വ്യക്തികളുടെ ശരീരത്തിലേക്ക് സ്വാംശീകരിച്ചതാരാണ്? ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്. എന്നിട്ട് ആ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് 9 മാസവും ചില്ലറ ദിവസവും ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ നിനക്ക് റബ്ബ് ഭക്ഷണം തന്നു. ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ നിനക്ക് വേണ്ട പോഷകാഹാരങ്ങൾ മുഴുവനും തന്നു. 9 മാസവും ചില്ലറ ദിവസവും കഴിഞ്ഞ് ഈ ലോകത്തേക്ക് നീ വരുമ്പോ, ഈ ഭൂമിയിലേക്ക് പച്ചപ്പാർന്ന സൗന്ദര്യമുള്ള ഭൂലോകത്തേക്ക് നീ ജനിച്ചു വീഴുമ്പോ കാണാനുള്ള 2 കണ്ണുകളും, കേൾക്കാനുള്ള 2 ചെവികളും, ശ്വസിക്കാനുള്ളൊരു മൂക്കും, പറയാനുള്ളൊരു നാവും, കഴിക്കാനുള്ളൊരു വായയും, ചിന്തിക്കാനുള്ളൊരു തലച്ചോറും, പിടിക്കാനുള്ള 2 കൈകളും, നടക്കാനുള്ള 2 കാലുകളും, പിടിക്കുന്ന 2 ഹൃദയങ്ങളും, പ്രവർത്തിക്കുന്ന 2 കിഡ്നികളും, ആമാശയങ്ങളും, നിന്റെ ശരീരത്തിന് വേണ്ടതെല്ലാം തന്നിട്ട് ഈ ലോകത്തേക്ക് നിന്നെ പറഞ്ഞയച്ചതാരാണ്? അല്ലാഹ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ആകൃതിയില്ലാതെ തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യവംശത്തെ മുഴുവനും പഠിച്ച അല്ലാഹ്. എന്നിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കാണാനും കേൾക്കാനും ഉള്ള കഴിവവന് കൊടുത്ത അല്ലാഹ്. കാണാനുള്ള കണ്ണ് കൊടുത്തിട്ട്, കേൾക്കാനുള്ള ചെവി കൊടുത്തിട്ട്, ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്തിട്ട് അല്ലാഹ് ചെയ്തത് എന്താണ്? ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഈ ഭൂമിയിലേക്ക്
വാത്സല്യമാർന്ന നിന്റെ മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ എന്ത് ചെയ്യണമെന്ത് ചെയ്യരുത്, എന്ത് പറയണമെന്ത് പറയരുത്, എന്ത് കഴിക്കണമെന്ത് കഴിക്കരുത്, എന്ത് കുടിക്കണമെന്ത് കുടിക്കരുത്, എന്ത് ചിന്തിക്കണമെന്ത് ചിന്തിക്കരുത് എന്നെല്ലാം വളരെ വ്യക്തമായ മാർഗദർശനം, പൊങ്ങി നിൽക്കുന്ന രണ്ട് മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയില്ലേ? ജനിച്ചു വീണ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും കുസൃതിയുടെ ബാല്യത്തിലേക്കും അവിടെ നിന്നങ്ങോട്ട് ഭ്രാന്തിന്റെ കൗമാരത്തിലേക്കും ആവേശത്തിന്റെ യുവത്വത്തിലേക്കും തിരിച്ചറിവിന്റെ മധ്യവയസ്സിലേക്കും ദൗർബല്യത്തിന്റെ വാർദ്ധക്യത്തിലേക്കും യാത്രയുടെ ഓരോ ഡെസ്റ്റിനേഷനുകൾ നീ പിന്നിടുമ്പോ അവസാനം യാത്ര കഴിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞു പോകുമ്പോ നിന്റെ ജീവിതം മുഴുവൻ നിനക്ക് ഒരുക്കി തന്നതാരാണ്? ഈ യാത്രയാകുന്ന ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നതാരാണ്? അതിന് മറുപടി മറ്റൊന്നില്ല. ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യവംശം മുഴുവൻ സൃഷ്ടാവായി അംഗീകരിച്ച റബ്ബാരാണോ? ആലമുൽ അർവാഹിൽ വെച്ചത് റബ്ബിന്റെ റുബൂബിയത്താണോ നമ്മളെല്ലാം അംഗീകരിച്ചത്? ആ റബ്ബ് തന്നെയാണ് നമുക്കിതെല്ലാം നൽകിയത്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. എന്നിട്ടുള്ള പറയുകയാണ്, ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. നിന്റെ ഈ ദുനിയാവിലെ ജീവിതത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുന്നില്ല. ഈ ലോകത്ത് നിന്ന് നീ മരിച്ചിട്ട് വരാനുള്ളത് പരലോകത്തേക്കാണ്. ആ പരലോകത്ത് ചങ്ങലകളും നരകവും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിഷേധിച്ചു തള്ളുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആയാത്തുകളെ പുറംകാല് കൊണ്ട് ചവിട്ടിക്കളയുന്ന ആളുകളെ ശിക്ഷിക്കുവാൻ നരകമെന്ന ഭീകരമായ പാതാളം ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ ചോദിക്കുകയാണ്. ഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുകയാണോ? അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുകയാണോ? നിങ്ങളെയെല്ലാം ഞാൻ പടച്ചത് വെറുതെ ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന വ്യാമോഹം നിങ്ങൾക്കുണ്ടോ? അല്ലാഹു പറയുകയാണ് ചില മനുഷ്യരെ കുറിച്ച്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. മഹാനായ ഖാതമുൻ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ 2 യാമങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ യാമത്തിൽ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി, ആകാശത്ത് വാരി വിതരപ്പെട്ട ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ട് പ്രവാചകൻ പാരായണം ചെയ്യുന്ന വാക്കാണ്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഭൂമിയുടെയും ആകാശത്തിന്റെയും പടപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ആയാതിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ചിന്ത അവരെത്തിക്കുന്നത് എങ്ങോട്ടാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപടികളും സൂക്ഷിക്കുന്ന ആളുകൾ, ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആകാശങ്ങളെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ചിന്തിക്കുന്ന ആളുകൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ വിധാനത്തെ കുറിച്ച് പഠിക്കുന്നവർ, പ്രപഞ്ചത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പടപ്പിനെ കുറിച്ച് പഠിക്കുന്നവർ, അതിൽ അത്ഭുതം കൊള്ളുന്നവർ. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലാ മാ ഖലഖത ഹാദാ ബാതിലാ. നീ ഇതൊന്നും വൃഥാവിലായി പടച്ചിട്ടില്ല റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല നാഥാ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് നാഥാ. ഫഖിനാ അദാബൻ നാർ, ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ.
അള്ളാഹുവാണ് ആ മരണത്തെ പഠിച്ചത്, അള്ളാഹുവാണ് ജീവിതത്തെ പഠിച്ചത്. എന്തിനാണ് പഠിച്ചതെന്നറിയുമോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആദമിന്റെ മക്കളെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നന്മ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ്. വഹുവൽ അസീസുൽ ഗഫൂർ. അവൻ പ്രതാപിയാണ്, പാപം പൊറുക്കുന്നവനാണ്. മനുഷ്യവംശത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അയച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നിനെയും ഞാൻ പടച്ചിട്ടില്ല എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ആരാണ് സൽക്കർമ്മം ചെയ്യുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്, ആരാണ് നന്മ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്, ആരാണ് വിനയാന്വിതരായി ജീവിക്കുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നവർക്ക് ഭീകരമായ നരകമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നന്മയാകുന്ന അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ നന്മ അധികരിപ്പിക്കുവാൻ വേണ്ടിയാണ് മരണമാകുന്ന ആസ്വാദനങ്ങൾ മുറിച്ചു കളയുന്ന നഗ്നമായ സത്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണ്. അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്ന മനുഷ്യർക്കിടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്ന മനുഷ്യരെ സൽപാന്താവിലേക്ക് നയിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് സജദയിൽ ഒരു വാക്ക് നമുക്ക് കാണാം. അല്ലാഹു പറയുകയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ സനുഅദ്ദിബുഹും മർറതൈൻ ثم يرجون الى عذاب اليم. സൂറത്ത് തൗബയിലും അതുപോലെ സൂറത്ത് സജദയിലും ഒക്കെ കാണാം. അല്ലാഹു പറയുകയാണ്, ഞാനൊരു ചെറിയ ശിക്ഷയിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്, ചെറിയ ശിക്ഷയുമായി നിങ്ങളെ സമീപിക്കുന്നതാണ്. എന്നാ വലിയ ശിക്ഷ കടന്നു വരുന്നതിന്റെ മുന്നേ നരകമാകുന്ന ഭീകരമായ ഭയാനകമായ വേദനയുടെയും നിന്ദ്യതയുടെയും ക്രൂരതയുടെയും കിരാതത്വത്തിന്റെയും ശിക്ഷയായ നരകത്തിന്റെ പാതാളത്തിലേക്ക് വലിച്ചെറിയുന്നതിന്റെ മുന്നേ മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു ചെറിയ ശിക്ഷകളുമായി കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അഅമിൻതും മൻ ഫിസ് സമാഇ അയഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അയുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. അല്ലാഹു ചോദിക്കുകയാണ്, ആ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ഭൂമി നിങ്ങളെയും കൊണ്ട് വിണ്ടുകീറി പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ആകാശത്ത് നിങ്ങൾക്ക് നേരെ ചരൽ മഴകൾ വർഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അഫഅമിനഹുൽ ഖുറാ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ അഫഅമിനഹുൽ ഖുറാ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ അഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. കെട്ടിപ്പടുത്ത മണിമാളികയുടെ ഏറ്റവും മുകളിലത്തെ നടുവിൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ അദാബ് അങ്ങോട്ട് കടന്നു വരില്ല എന്ന വ്യാമോഹം മനുഷ്യ നിന്റെ ഉള്ളിലുണ്ടോ? കളിച്ച് തിമിർത്താടുന്ന സമയത്ത് അള്ളാഹുവിന്റെ അദാബ് നിന്നിലേക്ക് എത്തി നോക്കുകയില്ല എന്ന നിർഭയത്വം നിനക്കുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്, അഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് തന്ത്രങ്ങൾ കൊണ്ട് മതപരമായ വിധികളിൽ പഴുതു തേടുന്ന മനുഷ്യരോട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ഫലാ യഅമനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാന്മാരല്ലാതെ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാന്മാരല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയത്വത്തിലായിരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ അദാബാണ്. ചെറിയ ശിക്ഷകളിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞ ചെറിയ അദാബുകളാണ്. 2004 സുനാമിയിൽ നക്കിത്തുടച്ചു പോകപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരതിൽപ്പെട്ടതാണ്. ഓക്കിയുടെ രൂപത്തിലും സുനാമിയുടെ രൂപത്തിലും കൊടുങ്കാറ്റിന്റെ രൂപത്തിലും ഭൂമി കുലുക്കത്തിന്റെ രൂപത്തിലും വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലും ചുഴലിക്കാറ്റിന്റെ രൂപത്തിലും പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിലും രോഗങ്ങളുടെ രൂപത്തിലും മഹാമാരികളുടെ രൂപത്തിലും അല്ലാഹുവിന്റെ അദാബ് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ മനുഷ്യന്റെ
മനുഷ്യന്റെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ തയ്യാറല്ല, മനുഷ്യൻ മാറാൻ തയ്യാറല്ല, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ തയ്യാറല്ല, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരയാൻ തയ്യാറല്ല, തിരിച്ചൊന്ന് നടക്കാൻ മനുഷ്യൻ തയ്യാറല്ല. ചെയ്തു പോയ തെറ്റുകൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരയാൻ മനുഷ്യൻ തയ്യാറല്ല. അവൻ അഹങ്കാരമാണ്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. കല്ലുകളേക്കാൾ ഉറച്ചുപോയ ഹൃദയങ്ങളാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ നദീം. അവരുടെ ഹൃദയങ്ങളിൽ ഒരു മൂടിയുണ്ട്, അവരുടെ കണ്ണുകളിൽ ഒരു മൂടിയുണ്ട്, അവരുടെ ചെവികളിൽ ഒരു മൂടിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ഹൃദയത്തിന്റെ മൂടി തുളച്ചുകൊണ്ട് അകത്തേക്ക് കയറില്ല. ആ കണ്ണുകൊണ്ട് അവരെ കാണേണ്ടത് കാണുകയില്ല, ആ ചെവി കൊണ്ട് അവരെ കേൾക്കേണ്ടത് കേൾക്കുകയില്ല. വലഖദ് സറഅനാ ലജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലന്നാമി ബൽ ഹും അദൽ വഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഭീകരവും ഭയാനകവും ബീഭത്സവുമായ നരകത്തിന്റെ പാതാളത്തിലേക്ക് ചില ആളുകളെ പടച്ച തമ്പുരാൻ പടച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട് കാണുകയില്ല. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ട് ചിന്തിക്കുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട് കേൾക്കുകയില്ല. ഉലൈക കല്ലന്നാമി ബൽ ഹും അദൽ വഉലൈക ഹുമുൽ ഗാഫിലൂൻ. 2018 മൃഗീയതയോടുകൂടി കാട്ടാളിത്തത്തോടുകൂടി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് സമാനമാണ് അവരെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. എന്നാൽ ചില ആളുകളുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില ആളുകളുണ്ട്, ആളുകളുടെ പ്രത്യേകത എന്താണ്? വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അവർ അല്ലാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോ, തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ പ്രവാചകരെ നിനക്ക് കാണാം, തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, കവിൽ തടത്ത നനച്ചുകൊണ്ട് ആ കണ്ണുനീരിന്റെ തുള്ളികൾ താഴോട്ടൊഴുകി വരുന്നതായി താങ്കൾക്ക് കാണാം. എന്നിട്ട് അവർ പറയുകയാണ് റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. പറഞ്ഞു വന്നത്, രണ്ട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് ഓർമ്മയുള്ള ആളുകൾ, ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും, അവരറിയാതെ കരഞ്ഞു പോകും. എന്നിട്ട് അവർ പറയും റബ്ബനാ, ഞങ്ങൾ രക്ഷിതാവേ, ആമന്നാ, ഞങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുകയാണ്, നീ പറഞ്ഞതെല്ലാം ഒരു ബാധികളുമില്ലാതെ ഞങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ എഴുതി രേഖപ്പെടുത്തി വെക്കണേ അല്ലാഹ്. വേറെ ചില ആളുകൾ ثم قست قلوبهم من بعد ذلك فهي كالحجارة أو أشد قسوة, കല്ലിനേക്കാൾ ഉറച്ച പോലെയുള്ള ഹൃദയമുള്ളവർ, എന്ത് പറഞ്ഞാലും അകത്തേക്ക് കടക്കാത്തവർ, എന്ത് പറഞ്ഞാലും കേൾക്കാത്തവർ, അവർ അഹങ്കാരികളാണ്. ഒന്നാമത്തെ ക്വാളിറ്റിയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വേറെ ആയത്തിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പറയാണ് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവരുടെ ഈമാൻ അതാ വർദ്ധിക്കുകയായി, അവരുടെ വിശ്വാസം അതാ വർദ്ധിക്കുകയായി. എന്നിട്ട് അവർ പറയുകയാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഞങ്ങളിതാ ഞങ്ങളുടെ രക്ഷിതാവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങളിതാ ഞങ്ങളുടെ രക്ഷിതാവിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. അല്ലാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോൾ മാത്രമല്ല, അവരോട് പറയപ്പെട്ടാൽ ജനങ്ങളിതാ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ്, ജനങ്ങളിതാ നിങ്ങളെ എതിർക്കാൻ വരികയാണ്,
കൊല്ലാൻ വരികയാണ്, ഉന്മൂലനം ചെയ്യാൻ വരികയാണ്. ഫഖ്ശൗഹും, അവരെ നിങ്ങൾ പേടിച്ചു കൊള്ളുക. അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണ്? ഫസാദൂഹും ഈമാനാ, അവരുടെ ഹൃദയങ്ങളിലെ ഈമാനത വർദ്ധിക്കുകയായി. എന്നിട്ട് അവർ പറയുകയാണ് വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളിതാ അല്ലാഹുവിനെ ബലമേൽപ്പിക്കുകയാണ്, പടച്ച തമ്പുരാനെ ബലമേൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾക്ക് ചെവി കൊടുക്കുന്നവർ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ണുകൊണ്ട് കാണുന്നവർ, അല്ലാഹുവിന്റെ ആജ്ഞകളെ പിൻപറ്റുന്നവർ, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്നവർ, അവരുടെ പ്രത്യേകത എന്താണ്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. താഴ്മയോടുകൂടി വിനയത്തോടുകൂടി ഞാൻ എന്ന പാപമില്ലാതെ ഭൂമിയിലൂടെ നടക്കുന്നവനാണ് അവർ. അവർക്ക് അഹങ്കാരമില്ല. അവരോട് താന്തോന്നികളായ ആളുകൾ, ജാഹിലുകളായ ആളുകൾ അവരോട് തർക്കിക്കാൻ വന്നാൽ അവരുടെ മറുപടി എന്താണ്? സലാമാ, സലാമാ, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, ഞങ്ങളോട് തർക്കിക്കാൻ ഞങ്ങളില്ല. ഇത്തരത്തിലുള്ള ആളുകൾ, അഹങ്കാരികളല്ലാത്ത മനുഷ്യർ. സഹോദരങ്ങളെ, സൂറത്തു ദഹറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മോട് ചോദിച്ചത്, മനുഷ്യ നീ അഹങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യ നീ പരസ്പരം പെരുമ നടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു പറയുന്നു അലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു, ഈ ലോകത്തെ ജീവിതം കളിവിനോദം മാത്രമാണ്. ഈ ലോകത്തെ ജീവിതം പരസ്പരം പെരുമ നടിക്കൽ മാത്രമാണ്. ഈ ലോകത്തെ ജീവിതം പരസ്പരം അഹങ്കാരം പറയൽ മാത്രമാണ്. ഇതുവരെ പണക്കാരനും പണിക്കാരനും രാജാവിനും പ്രജക്കും കറുത്തവനും വെളുത്തവനും തൊഴിലാളിക്കും മുതലാളിക്കും മരിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ള 6 അടി മണ്ണിലേക്ക് ചേതനയേറ്റ ശരീരം എടുത്തു വെക്കുന്നത് വരെ മാത്രം നീളുന്ന പരസ്പരം പെരുമ നടിക്കലാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു ചോദിക്കുകയാണ് മനുഷ്യരോട്, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. നേടിയെടുത്ത പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ, ഒരുപാടുള്ള അനുയായികളുടെ പേരിൽ അഹങ്കാരം നടിക്കുന്നവരെ, നേടിയെടുത്ത സൽപ്പേരിന്റെ പേരിൽ ഹുങ്ക് പറയുന്നവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ്, എത്രയെത്ര അധികാരി വർഗങ്ങളാണ്, എത്രയെത്ര സിംഹാസനങ്ങളാണ്, ചെങ്കോലുകളാണ്, കിരീടങ്ങളാണ്, പൂന്തോട്ടങ്ങളാണ്, അരുവികളാണ്, സമ്പത്തിന്റെ കൂമാരമാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിലെ നായകന്മാർ ഇവിടെ വിട്ടിട്ട് പോയത്, ചരിത്രത്തിന്റെ ഇന്നലകളിലെ നായകന്മാർ ഇവിടെ ഒഴിവാക്കി പോയത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും തന്റെ അധികാരത്തിന്റെ ദണ്ടുറപ്പിച്ച, കുതിരപ്പടയോട്ടത്തിലൂടെ അജയ്യമായ ഒരു സൈന്യത്തെ സ്ഥാപിച്ച, ലോകത്തിന്റെ രാജാക്കന്മാരുടെ രാജാവായ, രാജാക്കന്മാരുടെ സിംഹാസനത്തിന്റെ അടിക്കാലിളക്കിയ, കടന്നുപോയിടത്തെല്ലാം നൂറുമേനി വിജയം കൊയ്ത അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 30ാമത്തെ വയസ്സിൽ മരിക്കുന്ന സമയത്ത് അനുയായികളോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവമഞ്ചം തെരുവിലൂടെ കൊണ്ടുപോകുമ്പോ എന്റെ 2 കൈകളും എന്റെ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് തുറന്നിടണേ. എന്തിനു വേണ്ടിയാണെന്ന് അനുയായികൾ ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ലോകം മുഴുവൻ സാഗരങ്ങൾ കടന്നുകൊണ്ട് അധികാരത്തിന്റെ ദണ്ട് സ്ഥാപിച്ച അലക്സാണ്ടർ എന്ന് പറയുന്ന രാജാതിരാജനായ രാജാവ് ചക്രവർത്തി മരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ കാലി കൈകളുമായാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതെന്ന് എന്റെ അനുയായികൾ മനസ്സിലാക്കട്ടെ, എന്റെ പ്രജകളെ മനസ്സിലാക്കട്ടെ എന്ന് വസിയത്ത് എഴുതി വെച്ചിട്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത്. നമുക്കറിയാം, ഈ ദുനിയാവിന്റെ ചരിത്രത്തിൽ അഹങ്കാരം നടിച്ച ആളുകളുടെ പര്യവസാനം ആരായിരുന്നു? ആദ സമുദായം. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത ആദ സമുദായം ആരായിരുന്നു? അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹനെ മാത്രം ആരാധിക്കണേ എന്ന് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ
ആദ്യ സമുദായത്തിന്റെ മറുപടി എന്താണ്? ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഹൂദേ എന്ത് ശിക്ഷയാണ് നീ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയെന്ന് ചോദിച്ചപ്പോ ഹൂദ് നബിയുടെ മറുപടി, അല്ലാഹുവിന്റെ അദാബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിന്റെ അദാബിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. അവരുടെ മറുപടി എന്താണ്? ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ഹൂദേ നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ, അല്ലാഹ് എന്ന് പറയുന്ന ഒരു ദൈവം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ പറയുന്ന ശിക്ഷ ഞങ്ങൾക്ക് കടന്നു വരട്ടെ. അല്ലാഹുവിനെ വെല്ലുവിളിച്ച അഹങ്കാരികൾ, അല്ലാഹുവിന്റെ ഖുദ്റത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിയ അഹങ്കാരികൾ, അവരുടെ അവസാനം എങ്ങനെയാണ്? سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها سرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. അല്ലാഹു പറയുകയാണ്, 7 രാത്രികളും 8 പകലുകളും അടിച്ചു വീശിയ കൊടുങ്കാറ്റിലൂടെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ വെല്ലുവിളിച്ച ആദ് സമുദായം ഇല്ലാതെയായി പോകുകയാണ്, നശിച്ചു പോകുകയാണ്. അവരുടെ വീടുകൾക്കകത്ത് വെട്ടിയിടപ്പെട്ട പനത്തടികൾ പോലെ അവരതാ ചേതനയറ്റ് മലർന്നു കിടക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ഇന്നലകളിൽ ഒരുപാട് നാഗരികതകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.